ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ ഇവിടെ സുഖസുന്ദരമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കാരണത്താൽ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പം വെൽക്കം ടു ജീനൂസ് വ്ലോഗ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എൻ്റെ പേര് ജീനു എന്നാണ് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള മണി ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ടോപ്പിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഞാൻ നേരത്തെ ഇങ്ങനെ പല സ്ഥലങ്ങൾ ന്യൂസിലൻഡിലുള്ള പല സ്ഥലങ്ങൾ കാണിക്കാറുണ്ട് വീഡിയോസിൽ. അതേപോലെ തന്നെ എൻ്റെ കുറച്ച് എന്താ പറയുക പ്രഗ്നൻസിയിലും അതേപോലെ തന്നെ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെയുള്ള കഥകൾ ഇങ്ങനെ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഞാൻ എവിടെയും പോകുന്നില്ല. അപ്പോൾ എനിക്ക് കാണിച്ചു തരാനാണെങ്കിൽ പോലും ഞാൻ എൻ്റെ വീടിൻ്റെ ചുറ്റും തന്നെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും ഇവിടെ കാണിക്കാനില്ല. എവിടെയെങ്കിലും പോകുന്നുണ്ട് എങ്കിലല്ലേ ആ സ്ഥലം കാണിക്കാൻ പറ്റുള്ളൂ. ഞാൻ എവിടെയും തന്നെ പോകാറില്ല ഇപ്പോഴത്തെ ഒരു ഇതിൽ. കാരണം എന്ന് പറഞ്ഞാൽ ജോലി തിരക്ക് കുറിച്ച് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ വെളിയിലേക്ക് അങ്ങനെ പോകാറില്ല ഒന്നാമത്തെ കാര്യം. അപ്പം വെളിയിൽ പോകുമ്പോഴാണല്ലോ കാണിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ഒരു ഹോബി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ടിക്ടോക്ക് ചെയ്യുക. പണ്ട് ടിക്ടോക്ക് ചെയ്യുക എന്നതായിരുന്നു എൻ്റെ ക്രേസ്. എനിക്ക് ഭ്രാന്തായിരുന്നു. ടിക്ടോക്ക് എന്ന് പറയുന്നത് എന്താണോ, എനിക്കൊരു ദിവസം ഒരു ടിക്ടോക്കിങ്ങും ചെയ്യാതെ കിടന്നുറങ്ങാൻ എനിക്ക് പറ്റില്ല. എനിക്ക് അതുമാതിരി ഭ്രാന്തായിരുന്നു ടിക്ടോക്ക് എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മനുഷ്യർക്കും ഓരോ ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഹോബീസ് ഉണ്ടാകും അല്ലേ. അതേപോലെ തന്നെ എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു വിഷമിച്ചിരിക്കുകയാണ് എങ്കിൽ ഞാനൊരു ടിക്ടോക്ക് വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാകും. ഐ ഡോണ്ട് നോ ഹൗ, പക്ഷേ അത് അങ്ങനെ ആയിരുന്നു. പിന്നെ ജീവിതത്തിൻ്റെ എന്താ പറയുക ഇങ്ങനെ തിരക്കിൽപ്പെട്ട് അങ്ങനെ ടിക്ടോക്കൊക്കെ വിട്ടു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായിരുന്നതായിരുന്നു എനിക്ക് യൂട്യൂബ് ചാനൽ. യൂട്യൂബിൽ ഞാനിങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതിൽ എത്ര വ്യൂസ് കിട്ടി, എത്ര ലൈക്സ് കിട്ടി, കമൻസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിയോ എന്നൊക്കെ കാണാനും പിന്നെ അതിലും ഉപരി എന്നെ തന്നെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ പിന്നെ അതാണ് പറഞ്ഞത്, പിന്നെ ഇങ്ങനെ ജീവിതത്തിൻ്റെ എന്താ പറയുക തിരക്കിൽപ്പെട്ട് അതും അങ്ങ് നിർത്തി. പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ചു കുറച്ചങ്ങ് വലുതായി. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യണ്ടേ. കാരണം നമ്മുടെ ലൈഫ് നമ്മളാണ് ഹാപ്പി ആക്കേണ്ടത്. വേറൊരാൾ വന്ന് നമ്മുടെ ലൈഫ് ഹാപ്പി ആക്കുക എന്ന് പറയുന്നത് അത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് അങ്ങനെ നിലനിൽക്കുന്ന ഒരു കാര്യവുമാണ് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ ഹാപ്പി ആക്കണം അല്ലേ. ഇപ്പം ഏതൊരു വ്യക്തിയാണെങ്കിൽ പോലും സ്വന്തം ലൈഫ് ഹാപ്പി ആക്കുക എന്നത് സ്വന്തം കടമയാണ്. അപ്പം നമുക്കൊരു സെൽഫായിട്ടുള്ള ഒരു ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്തണം ഏതെങ്കിലും ഒരു രീതിയിൽ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ടിക്ടോക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ യൂട്യൂബിൽ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ. അപ്പം അപ്പോഴാണ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സംതിങ് വി ആർ ഡൂയിങ് അല്ലെങ്കിൽ സംതിങ് വി ആർ ഡൂയിങ് ഫോർ അസ് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ട്, ആ പൈസയിൽ നിന്ന് നമ്മളൊരു സാധനം നമുക്ക് വാങ്ങിക്കുമ്പോൾ വളരെയധികം സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമുക്ക് ഒരു 5 മിനിറ്റ് കിട്ടിയാണെങ്കിൽ അത് ചെയ്ത് നമ്മളെ ഹാപ്പി ആക്കാൻ നമ്മൾ ശ്രമിക്കുക. അതല്ലാതെ ആരും വന്ന് നമ്മുടെ ഹാപ്പിനെസ് ആരും നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഒരാൾ എന്താ പറയുക ലൈഫ് ലോങ് ഉണ്ടാവുമെന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അറ്റ് ദ സെയിം ടൈം ഒരാൾ മുഖേന നമ്മുടെ ലൈഫ് നമുക്ക് എന്താ പറയുക നമ്മുടെ ഹാപ്പിനെസ് ഒക്കെ നഷ്ടപ്പെടുത്തി നമ്മൾ ഭയങ്കര സാഡ്നെസ്സിലേക്ക് ലൈഫൊക്കെ അയ്യോ എൻ്റെ ലൈഫൊക്കെ കുട്ടിച്ചോറായി എന്ന് പറയാനും ഇടവരരുത്. അതാ പറഞ്ഞേ, നമ്മുടെ ലൈഫ് ഹാപ്പി ആക്കുക എന്നത് നമ്മുടെ കടമയാണ്. അപ്പം നമുക്കൊരു സങ്കടം ഉണ്ട് എങ്കിൽ ഓഫ് കോഴ്സ് എല്ലാ മനുഷ്യർക്കും സങ്കടങ്ങളുണ്ട് അല്ലേ. അല്ലാതെ ഫുൾ ടൈം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു മനുഷ്യരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലുമൊക്കെ എന്താ പറയുക അയ്യോ ജോലിയിൽ മണിക്കൂർ കുറവാണ്, എനിക്കിപ്പോൾ ജോലിക്ക് പോകാൻ അയ്യോ എനിക്ക് ഭയങ്കര ടയർഡ്നെസ് ആണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ ഉണ്ടാകും. അയ്യോ എനിക്ക് ഭയങ്കര പുറത്തിന് വേദനയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ ഉണ്ടാകും അല്ലേ. അത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ സങ്കടങ്ങൾ നമ്മുടെ ലൈഫിനെ ക്യാച്ച് ചെയ്ത് നമ്മുടെ ലൈഫിൻ്റെ ഹാപ്പിനെസ് നഷ്ടപ്പെടാൻ ഇടവരുത്തരുത്. അത്രയേ ഉള്ളൂ. ഓക്കെ, ആക്ച്വലി ഇതൊന്നും അല്ല എൻ്റെ ടോപ്പിക്ക്. പറഞ്ഞു നീ ഇപ്പോൾ ഏതാണ്ടൊക്കെ മലയൊക്കെ കയറി ഞാൻ പോയി. ഓക്കെ, ഇതൊന്നും അല്ല എൻ്റെ ടോപ്പിക്ക്. എൻ്റെ ടോപ്പിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും പല ചലഞ്ചസ് ഉണ്ടാകും അല്ലേ. അപ്പോൾ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ പല പ്രതിസന്ധികൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും അല്ലേ. അപ്പം ആ പ്രതിസന്ധികൾ നമുക്ക് നല്ല നിലയ്ക്ക് നമുക്ക് ഒരു ലേണിംഗ് ചാപ്റ്ററായിട്ട് എടുക്കാം. അറ്റ് ദ സെയിം ടൈം നമുക്കതൊരു വൈരാഗ്യം അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ ഒരു വെറുപ്പ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാം. 2 വഴികൾ നമുക്കുണ്ട് അല്ലേ. നമുക്കൊരു ചലഞ്ച് ഉണ്ടാവുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം. അപ്പം സ്കൂളിലെ ടീച്ചർ എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. നീ ഒന്നും പഠിക്കുന്നില്ല, മാർക്ക് കുറവാണല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ സംസാരിച്ചു. പ്ലസ് എനിക്കൊരു അടിയും കൂടെ തന്നു എന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ. അപ്പോൾ ഞാനെന്ന് പറഞ്ഞ കുട്ടിക്ക് 2 വഴികൾ ചൂസ് ചെയ്യാം. ഒന്ന്, എനിക്ക് ആ ടീച്ചറിനോട് ഭയങ്കരധികം ദേഷ്യം തോന്നിയിട്ട് വേണമെങ്കിൽ ആ ടീച്ചറിനോട് ഞാൻ മിണ്ടാതിരിക്കാം. അതല്ലെങ്കിൽ ആ സ്കൂളിൽ നിന്ന് എനിക്ക് മാറി വേറെ സ്കൂളിലേക്ക് പോകാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും ആ ടീച്ചർ അങ്ങനെ ചെയ്തത്. ചിലപ്പോൾ ആ പക്വത ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷേ പക്വതയുള്ള പല ആൾക്കാരും നമ്മുടെ ചുറ്റിനും ഉണ്ടാകും അല്ലേ. നമുക്ക് സംസാരിക്കാം അവരോട്. ഫോർ എക്സാമ്പിൾ എനിക്ക് എൻ്റെ പപ്പയോട് സംസാരിക്കാം. പപ്പേ എന്നോട് ആ ടീച്ചർ അങ്ങനെ പറഞ്ഞു പപ്പേ, എന്നാലും ആ ടീച്ചർ എന്തായിരിക്കും പപ്പേ അങ്ങനെ പറഞ്ഞേ. അപ്പം എന്താണ് നമുക്ക് നല്ലൊരു ഓപ്ഷൻസ് നമുക്ക് അവർ പറഞ്ഞു തരാൻ നല്ല പക്വതയുള്ള വ്യക്തികളോട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നമുക്ക് നല്ല അറിവുകൾ പറഞ്ഞു തന്ന് നമ്മളെ
പുതിയൊരു പക്വത ലെവലിലേക്ക് നമ്മളെ വളർത്താൻ വേണ്ടിയിട്ട് അവർ സഹായിക്കും. നമുക്കതാ പറഞ്ഞത്. അപ്പോൾ ആ ടീച്ചർ നമ്മളെ വഴക്ക് പറയുന്നു പറഞ്ഞാൽ നമുക്ക് ആ ടീച്ചറിനുള്ള ഗ്രഡ്ജ് വെച്ച് നമുക്ക് ആ വൈരാഗ്യത്തിൽ നമുക്ക് ജീവിക്കാം. അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്താ ആ ടീച്ചർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചിന്തിച്ച് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമായിരിക്കും അല്ലേ എന്ന് ചിന്തിച്ച് ഒരു പക്വതയുള്ള ഒരു വ്യക്തിയോട് സംസാരിച്ച് അതല്ലെങ്കിൽ നമ്മളൊന്ന് നമുക്കിപ്പോൾ ഒരാളോട് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ സംസാരിക്കേണ്ട, നമ്മൾ തന്നെ ഒന്ന് ഇരുന്ന് നമുക്ക് ചിന്തിച്ച് ടീച്ചർ എന്നാലും എനിക്ക് മാർക്ക് കുറഞ്ഞതുകൊണ്ടല്ലേ, ടീച്ചർ അത്ര കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിച്ചു, എന്നിട്ട് ഞാൻ പഠിച്ചില്ല, മാർക്ക് കുറഞ്ഞു, അതുകൊണ്ടല്ലേ ടീച്ചർ വഴക്ക് പറഞ്ഞത്. അപ്പോൾ ടീച്ചറിന് ശരിക്കും ഞാൻ നല്ലതുപോലെ പഠിച്ച് നല്ല മാർക്ക് നേടി എന്നെ ഒരു നിലയ്ക്ക് എത്തിക്കണമെന്ന ടീച്ചറിന് ആഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും ആ ടീച്ചർ എന്നോട് വഴക്ക് പറഞ്ഞത് എന്നും എനിക്ക് ചിന്തിക്കാം അല്ലേ. അപ്പോൾ രണ്ട് നിലയ്ക്ക് എനിക്ക് ചിന്തിക്കാം. അപ്പം വേണമെങ്കിൽ കൈപ്പുള്ള വഴി കൂടി എനിക്ക് നടന്ന് ടീച്ചറിനോട് എനിക്ക് ദേഷ്യം തോന്നാം. അറ്റ് ദ സെയിം ടൈം എനിക്ക് ആ ഒരു ഇതിൽ നിന്ന്, ആ ഒരു എന്താ പറയുക, കൈപ്പുള്ള ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് വളർന്ന് എനിക്ക് നല്ലൊരു നിലയ്ക്ക് ഞാൻ ഗ്രോ ചെയ്ത് എനിക്ക് പോകാനും സാധിക്കും അല്ലേ. അതേപോലെ തന്നെ എന്താണ്, ഇപ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ വേണ്ട ഇപ്പോൾ ഒരു ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു, ഓക്കെ. അപ്പോൾ ഹസ്ബൻഡും വൈഫും എന്തെങ്കിലും ഇഷ്യൂ ആയി, ക്രിയേറ്റ് ആയി, എന്തെങ്കിലും സംഭവിച്ചു. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ അവർക്ക് എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ ഗ്രഡ്ജിൽ നമുക്ക് അങ്ങനെ നിൽക്കാം. ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് സംസാരിച്ച് ആ പ്രശ്നത്തെ സോൾവ് ചെയ്ത് നമ്മളുടെ ഹാപ്പി ആയിട്ടുള്ള ലൈഫായിട്ട് നമുക്ക് കൊണ്ടുപോകാനും പറ്റും അല്ലേ. എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ ഫാമിലി ലൈഫിൽ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എവിടെയാണോ ലാക്ക് ചെയ്യുന്നത് അപ്പോഴായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ അത് പറഞ്ഞു, ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ പോലും നമുക്ക് ആ ഗ്രഡ്ജ് വെച്ച് നമുക്ക് ആ വൈരാഗ്യത്തോടുകൂടി നമുക്ക് ബിഹേവ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എല്ലാം അവിടെ താറുമാറായി. ആ ദേഷ്യത്തിൻ്റെ പുറത്ത് നമ്മൾ എല്ലാം താറുമാറാക്കാൻ പോകുമ്പോൾ താറുമാറാകും അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് നല്ലൊരു ഹാപ്പി ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും അല്ലേ. അപ്പം അതാ പറഞ്ഞേ, നമുക്ക് ഒരു പല ചലഞ്ചസ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൈപ്പുള്ള വശത്തേക്കൂടെ നമുക്ക് പോകാം. അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്താ, നമ്മളെ ആ ഓരോ അനുഭവങ്ങൾ, നമുക്ക് ഉണ്ടാവുന്ന ഓരോ അനുഭവങ്ങൾ നമ്മളെ പുതിയ വളർച്ചയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് അല്ലേ. പിന്നെ വേറെ ഒന്നാണ് എന്തെന്ന്, നമുക്കിപ്പോൾ ഒരാളുടെ ജോലി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം എന്തെങ്കിലും മാനേജർ എന്തെങ്കിലും പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ജോലി നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ആ മനുഷ്യന് രണ്ട് വഴി ചിന്തിക്കാം അല്ലേ. ഒരു ആദ്യത്തെ വഴി എന്ന് പറയുമ്പോൾ, എന്നാലും ആ മാനേജർ എൻ്റെ ജോലി കളഞ്ഞില്ലേ, അയാൾ അങ്ങനെ പറഞ്ഞിട്ടല്ല എൻ്റെ ജോലി പോയത് എന്ന് പറഞ്ഞ് ഗ്രഡ്ജിൻ്റെ പുറത്ത് നമുക്ക് അയാളെ ജഡ്ജ് ചെയ്ത് നമുക്ക് നമ്മുടെ ലൈഫ് കുട്ടിച്ചോറാക്കാൻ പറ്റും. രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അതിനേക്കാളും നല്ലൊരു ആ ക്വാളിഫിക്കേഷൻ എന്താണോ അതിനനുസരിച്ച് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള പൊസിഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ കണ്ടെത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഗ്രോ ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഫസ്റ്റ് ഓപ്ഷനാണ് കണ്ടെത്തിയിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, നമുക്ക് ഒരു ഗ്രോത്തും ഇല്ലാതെ നമ്മൾ താന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയായിരിക്കും ചെയ്യുക അല്ലേ. അപ്പം ഏതൊരു മനുഷ്യനാണെങ്കിലും രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് നെഗറ്റീവിനെ നമുക്ക് കണ്ടെത്തി നമുക്ക് നെഗറ്റീവ് മാത്രം ചിന്തിച്ച് നമുക്ക് പോകാൻ പറ്റും. അതല്ല എങ്കിൽ നമുക്കത് പോസിറ്റീവായിട്ട് നമ്മൾ ഗ്രോത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാനും പറ്റും അല്ലേ. അപ്പം അതാ പറഞ്ഞേ, നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ചലഞ്ചസും ജീവിതമാണ്. എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഇല്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ ഒരാളുടെയും ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, മൈബി പോകുന്നുണ്ടാവാം, ഓക്കെ, ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടാവാം, ഒരു പ്രശ്നവും ഇല്ലാതെ 24 hours ഹാപ്പി ആയിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ടാകാം. പക്ഷേ എനിക്ക് തോന്നുന്നു മൈബി ഒരു 90% ആൾക്കാരും എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തെ കൂടെ കേൾക്കും പോകണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകും. ഒന്നുകിൽ ഹെൽത്ത് വൈസ് അല്ലെങ്കിൽ മെൻ്റൽ വൈസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വഴി ജോലിയുടെ കാര്യങ്ങളാൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പം നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് രണ്ട് വഴികൾ തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ഡെസ്പായി തളർന്ന് തരിപ്പടമായി നമുക്ക് ഇരിക്കാം, അവരോട് ഗ്രഡ്ജ് വെച്ച് നമുക്ക് ജഡ്ജ് ചെയ്ത് അവരെ നമുക്ക് അങ്ങനെ ഇരുത്താം. അറ്റ് ദ സെയിം ടൈം സ്ട്രോങ് ആയിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാം. കുറേ ആൾക്കാർ മൈറ്റ് ബി നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ വിമർശിച്ച് നമ്മളിങ്ങനെ പരിഹസിച്ച് നമ്മളെ ഒന്നും കൊള്ളൂലാത്തവൾ, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിമർശനം നമുക്ക് ചിലപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ആ വിമർശനങ്ങൾ കേട്ട് നമ്മൾ എന്നാലും അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ അവൾ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് അവളോട് നമുക്ക് ഗ്രഡ്ജ് വെച്ച് വേണമെങ്കിൽ ഇരിക്കാം, അവളോട് മിണ്ടാതെ ലൈഫ് ലോങ് അവൾ അതേപോലെയാണ്, അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരും അതേപോലെയാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം. പക്ഷേ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മളുടെ ഗ്രോത്തിനെയാണ് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യിക്കുന്നത്. നമ്മളെ തന്നെ അങ്ങ് എന്താ പറയുക ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വി ആർ സ്ട്രോങ് അല്ലേ. അപ്പം നമ്മൾ സ്ട്രോങ് ആക്കണമെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് അവരെന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചോ, ഇറ്റ്സ് ഓക്കെ, വൺ ഡേ അല്ലേ, ഏതൊരു പട്ടിക്കും ഒരു കാലം ഉണ്ടാവും എന്ന് പറയും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ വൺ ഡേ ദേ വിൽ ഫൈൻഡ്, ഓക്കെ, ദേ വിൽ ഫൈൻഡ് ഔട്ട് ഹൂ ഐ ആം, അല്ലെങ്കിൽ
ഒരിക്കൽ അവർ എൻ്റെ വാല്യൂ കണ്ടെത്തും. അതല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഇപ്പം എൻ്റെ വാല്യൂ മനസ്സിലാക്കണമെന്ന് എനിക്കില്ല. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. നമ്മളെ ഹാപ്പി ആക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ബാക്കിയുള്ളവർ നമ്മളെ തകർക്കാൻ നമ്മൾ ഒരിക്കലും നിന്നു കൊടുക്കരുത്. വാട്ട് വി ആർ എന്നത് നമുക്കറിയാം എന്ന് പറഞ്ഞ് ഭയങ്കര ഓവർ കോൺഫിഡൻസ് വെച്ച് ഭയങ്കര അങ്ങനെ നിൽക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം പക്ഷേ നമ്മൾക്ക് അറിയാം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയാം. ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇരിക്കും. ആക്ച്വലി അവർ തെറ്റ് ചെയ്തിട്ടുണ്ടാകുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരാൾ പറഞ്ഞു തരികയാണ്, ജീവു നീ എന്നാലും തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ചിലപ്പോൾ അവിടെ ബാധിക്കുമായിരിക്കാം. പക്ഷേ സിറ്റ് ഡൗൺ ഫോർ എ വൈൽ ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാകും. തിങ്ക് അബൌട്ട് ഇറ്റ് ബോത്ത് വേസ്. എൻ്റെ സൈഡിലും ചിന്തിക്കണം, അവരുടെ സൈഡിലും ചിന്തിക്കുക. ദെൻ യു വിൽ ഫൈൻഡ് ഇറ്റ് ഔട്ട് എന്തെന്ന് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു ആസ്ക് സോറി എന്ന് പറയുന്ന സാധനം. സോറി എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിൽ എല്ലാത്തിനും നമ്മൾ സോറി എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. കാരണം സോറിക്ക് ഒരു വാല്യൂ ഉണ്ടല്ലേ. അപ്പം സോറി എപ്പോഴും സോറി ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഇഫ് യു നമ്മൾ സോറി എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് എന്ത് തോന്നിയ അവസരം കാണിക്കാൻ പറ്റും എന്നതും ഇല്ല. ഓക്കെ, അപ്പം ഇഫ് എന്തെങ്കിലും റോങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സോറി ചോദിക്കുക അല്ലെങ്കിൽ സോറി പറയുക എന്നത് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പം അതാണ് പറഞ്ഞു. നമുക്ക് ഈ ഇഷ്ടംപോലെ ചലഞ്ചസ് ഉണ്ടാകാം. ചലഞ്ചസ് ഉണ്ടാകുമ്പോൾ നമുക്ക് 2 വഴികളുണ്ട്. ഗ്രഡ്ജ് വെച്ച് ജഡ്ജ് ചെയ്ത് നമുക്ക് നമ്മുടെ ലൈഫിനെ തന്നെ സ്പോയിൽ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു സംഗതിയിൽ നിന്ന് നമുക്ക് പാഠം പഠിച്ച് നമ്മൾ ഒരു ഹെൽത്തി ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പാഠത്തിൽ നിന്ന് നമ്മൾ പഠിച്ച് നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ കിടക്കുകയായിരിക്കും ചെയ്യേണ്ടത് അല്ലേ. നമ്മളെ തന്നെ സ്ട്രോങ് ആക്കി നമ്മളെ തന്നെ നമ്മൾ ഗ്രോ ചെയ്യിക്കാൻ പറ്റിയിട്ട് നമ്മൾ പല വഴികൾ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് അല്ലേ. വാട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ് അല്ലേ. അപ്പം അത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഈ ചൂടുവെള്ളത്തിൽ നമ്മൾ പൊട്ടറ്റോ ഇട്ട് കഴിഞ്ഞാൽ, ഉരുളൻകിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഉരുളൻകിഴങ്ങ് പെട്ടെന്ന് സോഫ്റ്റ് ആയി പോകും അല്ലേ. ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഉരുളൻകിഴങ്ങ് സോഫ്റ്റ് ആവത്തില്ലേ. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരു മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ മുട്ട എന്താകും, നല്ല സ്ട്രോങ് ആവും അല്ലേ. അപ്പം ഉരുളൻകിഴങ്ങ് ചൂടുവെള്ളത്തിൽ ഇട്ടാൽ അത് എന്താ പറയുക മെൽറ്റ്, അതൊരു സോഫ്റ്റ് ആകും. അതേപോലെ സോഫ്റ്റ് ആവാതെ നമ്മൾ മുട്ട പോലെ ചൂടുവെള്ളത്തിൽ മുട്ടയിട്ട് പുഴുങ്ങുമ്പോൾ അത് സ്ട്രോങ് ആവുന്ന പോലെ തന്നെ വി നീഡ് ടു ബി സ്ട്രോങ് ഇനഫ്. ഓക്കെ, അപ്പം നമ്മൾ സ്ട്രോങ്ങറായി നമ്മുടെ ലൈഫിനെ നമ്മളൊരു ഗ്രോത്ത് ലെവലിലേക്ക് കൊണ്ടെത്തിക്കുക. നമുക്കൊരു സക്സസ് വന്ന് നമ്മൾ എന്തെങ്കിലും ഒന്ന് സെറ്റിലായി കഴിയുമ്പോൾ എവറിത്തിങ് വിൽ കം അറൗണ്ട് അസ്. പക്ഷേ എവറിത്തിങ് വിൽ കം അറൗണ്ട് അസ്, ബട്ട് ഡോണ്ട് ഫോർഗെറ്റ് ദ വേ വിച്ച് വി കം ത്രൂ. ഓക്കെ, ഭയങ്കര എന്താ പറയുക ഡിഫിക്കൽട്ടായിട്ടുള്ള ഭയങ്കര മുള്ളുള്ള വഴി കൂടെയൊക്കെ നടന്നു വന്നിട്ടുള്ളത്. പക്ഷെ ആ മുള്ളുള്ള വഴി കൂടെ നടന്നു വന്ന വേദന നമുക്കേ അറിയുള്ളൂ അല്ലേ. എല്ലാവർക്കും സന്തോഷത്തിൽ എല്ലാവർക്കും കൂടെ നിൽക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പക്ഷെ സങ്കടത്തിൽ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല അല്ലേ. അതുപോലെ മുള്ളുള്ള വഴി കൂടെ നടക്കാൻ ആരും നമ്മുടെ കൈ ചേർത്ത് പിടിക്കാനുണ്ടാവില്ല. പക്ഷെ നമ്മളൊരു സക്സസ് ആയി നമ്മളൊരു എന്തെങ്കിലും ആയി കഴിയുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ ചുറ്റിനും നമ്മുടെ കൂടത്തിൽ തോളയിൽ കൈയിട്ട് നടക്കാനുണ്ടാകും. പക്ഷേ അപ്പോൾ എനിക്ക് ആ തോളെ കൈയിട്ടുന്ന മനുഷ്യനെ വേണ്ട എന്ന് പറയുന്നത് അത് തെറ്റാണ്. പക്ഷേ അവിടെ നമ്മളൊരു ഹെൽത്തി ബൗണ്ടറി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കി നമ്മൾ പെരുമാറുകയാണ് ചെയ്യേണ്ടത് അല്ലേ. വാട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാവേ. അതുവരെ ലവ് യു ലോട്ട്സ്. ബൈ ഫ്രം ഷീനു.